അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫ്രൈഡേ സുബഹി നമസ്കാരത്തിന് സൂറ സജദയും സൂറ ഇൻസാനും ഓതുന്നത് സുന്നത്താണ് എന്ന് ഒരു മെസ്സേജ് കണ്ടു. ഇത് ശരിയാണോ? ശരിയാണ്. വിശദാംശങ്ങൾ പറയാം. സൂറ സജദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ഓതാറുള്ള സൂറത്താണ് എന്നും കേട്ടിട്ടുണ്ട്. ഇതിന് തെളിവുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഘുവായിട്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ സൂറത്തു സജദ, അതുപോലെ തന്നെ സൂറത്തു തബാറക്ക, ഇതൊക്കെ ആളുകൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഈ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, മഗ്‌രിബ് കഴിഞ്ഞാൽ നിർബന്ധമായും ഇതൊക്കെ പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ മഗ്‌രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിൽ നിർബന്ധമായും ഇത് പാരായണം ചെയ്യണം എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്, ചില ഹദീസുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ വന്നതല്ല, സ്ഥിരപ്പെട്ടതല്ല. അതിന് ന്യൂനതകളും പോരായ്മകളുമുണ്ട്. മഹാനായ ഷെയ്ഖ് സ്വാലിഹ് അൽ മുനജ്ജിദ് പറയുന്നത്, ഫഅമ്മ സൂറത്ത അസ്സജദ വ തബാറക, എന്നാൽ സൂറത്തു സജദയും തബാറക്കയും ഫലം യസ്ബുത് ഷൈഉം ഫീ ഖിറാഅതിഹിമാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ വലാകിൻ സബത ഫീ ഫദ്ലി സൂറത്തി സജദ ഖിറാഅതുഹാ ഫീ സ്വലാത്തിൽ ഫജ്ർ യൗമിൽ ജുമുഅ. അതായത് മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ സജദ എന്ന് പറയുന്ന സൂറത്തും തബാറക്ക എന്ന് പറയുന്ന സൂറത്തും ഓതുന്നതിനെ സംബന്ധിച്ച് സ്ഥിരപ്പെട്ട ഹദീസുകൾ വന്നിട്ടില്ല. പക്ഷേ വെള്ളിയാഴ്ച സുബഹ് നമസ്കാരത്തിന് സൂറത്ത് സജദ ഓതുന്നത് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ പല മഹാന്മാരായ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഹദീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 891 നമ്പറായിട്ടും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 880 നമ്പറായിട്ടും ഉദ്ധരിക്കുന്നൊരു വചനമുണ്ട്. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിൽ ജുമുഅത്തി ഫീ സ്വലാത്തിൽ ഫജ്ർ അലിഫ് ലാം മീം തൻസീലുസ് സജ്ദ വഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ. മനസ്സിലായല്ലോ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം പ്രഭാത നമസ്കാരത്തിന്, സുബ്ഹ് നമസ്കാരത്തിന് അലിഫ് ലാം മീം തൻസീലുസ് സജ്ദ എന്ന് പറയുന്ന സൂറത്തു സജ്ദ പാരായണം ചെയ്യുമായിരുന്നു. വഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ എന്നുള്ള ആയത്തുള്ള സൂറത്തുൽ ഇൻസാൻ അല്ലെങ്കിൽ സൂറത്തു ദഹർ എന്നുള്ള പേരുള്ള ആ സൂറത്തും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജ്ദ, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇൻസാൻ. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള വചനമാണ് എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ പറയേണ്ട ഈ സൂറത്തു സജ്ദയും തബാറക്കയും ഒക്കെ മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ ഓതുന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഈ തബാറക്ക എന്ന് പറയുന്ന അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? രാത്രിയിൽ ഓതണം. രാത്രിയിൽ ഓതുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഉറക്കത്തിന് മുമ്പൊക്കെ ഓതുന്നത് വളരെ പുണ്യമാണ്. ആ രൂപത്തിലാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഉറക്കത്തിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ഹദീസ് വായിച്ചാൽ അങ്ങനെ കിട്ടും. കാരണം ഇന്ന സൂറത്തം മിനൽ ഖുർആനി സലാസൂന ആയത്തൻ ഷഫഅത്ത് ലി റജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അതായത് ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായം അത് 30 ആയത്തുകളുള്ളതാണ്. അത് പാരായണം ചെയ്താൽ, അത് പാരായണം ചെയ്യുന്നവനത് പൊറുക്കുന്നത് വരെ, അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അവന് എന്ത് ചെയ്യും? ഷഫഅത്ത്, ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഈ സൂറത്ത് ഇങ്ങനെ റബ്ബിനോട് ശുപാർശ ചെയ്യുന്ന ഏതുവരെ? ഹത്താ ഗുഫിറ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ എന്ന. ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ്. ഇനി ഇവിടെ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തു സജ്ദ ഓതാറുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്
ഇമാം തുർമുദി ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 2892 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനം. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് സഹഹുൽ അൽബാനി. ഇമാം തുർമുദി ഉദ്ധരിച്ചതാണ്. ഇത് ഇമാം ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ സഹഹഹു അദ്ദേഹം സഹിഹാക്കിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർച്ചയായും അവിടുന്ന് അലിഫ് ലാം മീം തൻസീൽ എന്ന് പറയുന്ന സൂറത്തു സജ്ദയും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായവും പാരായണം ചെയ്യുന്നത് വരെ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് രണ്ടും പാരായണം ചെയ്യുമായിരുന്നു. ഇതാണ് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.